ഹായ്, ഞാൻ രാജി. പൂക്കളെയും ചെടികളെയും ഒക്കെ ഇഷ്ടമായിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് അനേബിൾ ചെയ്തിടുക. അതുപോലെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് ലൈക്ക് കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഈ ഒരു ബോൾസത്തിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. സീഡ്സ് പാകി മുളപ്പിച്ച് പ്ലാന്റ് വലുതാകുന്നത് വരെയുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിലും ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ പൂക്കളെല്ലാം കുറവാണ്. എന്നാൽ ചില ചെടികളിലൊക്കെ പൂക്കളുണ്ട് താനും. ഇപ്പോൾ കുറച്ച് റോസിലൊക്കെ പൂക്കളുണ്ട്. റോസിനൊക്കെ മഴയായാലും പൂക്കളൊക്കെ വിരിഞ്ഞ് വരുന്ന സമയം തന്നെയാണ്. അതുപോലെ സീനിയ ചെടിയിലും മിക്ക പ്ലാന്റ്സും നശിച്ചു പോയിട്ടുണ്ട്. എങ്കിലും ചില പ്ലാന്റ്സിലൊക്കെ ഇപ്പോഴും ഫ്ലവറായി നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ നല്ല കാറ്റും മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കാർപോർച്ചിൻ്റെ സൈഡിൽ വെച്ചിരുന്ന കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ചട്ടിയോടുകൂടി ഇങ്ങനെ വന്ന് വീണിട്ടുണ്ട് കേട്ടോ. അതിനെയൊക്കെ ഇനി നമുക്ക് വലിയ പോട്ടിലോട്ട് റീപോർട്ട് ചെയ്യണം. മിക്ക ചട്ടികളും പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വലിയ ചട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പോട്ടിൽ തന്നെ പ്ലാന്റുകൾ തൽക്കാലത്തേക്കൊന്ന് വെക്കുകയാണ്. ഇനി നമുക്ക് വലിയ പോട്ടുകളൊക്കെ വാങ്ങിയ ശേഷം ഇതെല്ലാം ഒന്ന് റീപോർട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇത് ഞാൻ മുന്നേ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ് കേട്ടോ. എൻ്റെ ലീഫിലൊക്കെ ചെറുതായിട്ട് ഒരു വേരിയേഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി പ്ലാന്റ് വലുതാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരും. ഇത് നമ്മുടെ ഫോക്സ് ടെയിൽ ഓർക്കിഡ് ആയിരുന്നു. അപ്പോൾ മുന്നേ നമ്മളെ വീഡിയോസ് കാണുന്നവർക്കറിയാം അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിനൊക്കെ ഫ്ലവേഴ്സ് പോയി കഴിഞ്ഞാൽ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ഇതുപോലെ ഒരു സീഡ്സ് പോലെ വരും. ഇത് നന്നായിട്ട് പാകമായി ഏതെങ്കിലും മരങ്ങളിലേക്ക് പറ്റിപ്പിടിച്ചിരുന്നിട്ട് പുതിയ തൈകളാവാറാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് ക്യാറ്റ്സ് ക്ലോ ആണ് കേട്ടോ. ക്യാറ്റ്സ് ക്ലോ ഞാനൊരു ചെറിയൊരു പോട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോട്ടിൽ നിന്ന് ഈ മതിലിലേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ഇത്രയും ആയിട്ടുണ്ട് പ്ലാന്റ്. ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഫ്ലവേഴ്സൊക്കെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഫോളിയേജ് പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാവും ഫോളിയേജ് ആന്തൂറിയംസ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോളിയേജ് ആന്തൂറിയത്തിൻ്റെ 3 വെറൈറ്റികളാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ തൈകളെയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ വേര് വരുന്നതിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ 2 പ്ലാന്റാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു 2-3 മാസമൊക്കെ ആകുമ്പോഴേക്കും പുതിയ ലീഫുകളൊക്കെ വന്നു തുടങ്ങും. ഇതിനെ നമുക്ക് പുതിയൊരു പ്ലാന്റാക്കി മറ്റൊരു ചട്ടിയിലേക്ക് വളർത്തുകയും ചെയ്യാം. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സാഫാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ 2 ഭാഗത്തും ഇതുപോലെ സാഫ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ പോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുമുണ്ട്. ഇത് നമ്മുടെ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. എയർ പ്ലാന്റായ സ്പാനിഷ് മോസ്. ഇതും ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് വളരുന്നുമുണ്ട്. അതുപോലെ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഫ്രഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് കലേഡിയം പ്ലാന്റ്സുകൾ. ഇപ്പോൾ കുറച്ചധികം കലേഡിയം വെറൈറ്റീസും ഉണ്ട് ഇവിടെ. ഇത് റുപ്സാൽസ് ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ല റെഡ് കളറിലാവും ഇതിൻ്റെ ലീഫുകളൊക്കെ. അപ്പോൾ ഇതുപോലെ നമ്മൾ സിറ്റൗട്ടിലൊക്കെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സുകളും ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ ഒരു സിറ്റൗട്ടിൽ ഈ മഴയത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.